അതുപോലെ സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ ആരെയും കുറ്റം പറഞ്ഞോ, വൈദികരെ വേദനിപ്പിച്ചോ, വൈദികരെ കുറ്റപ്പെടുത്തിയോ നമ്മൾ ജീവിക്കരുത്. നമ്മളുടെ മക്കളുടെ ദൈവവിളി നഷ്ടപ്പെടും. ചില കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. ഈശോ പ്രേരണ തന്നതാ. എന്താണെന്നറിയോ? നിന്റെ കുടുംബമായി കെട്ടിപ്പടുക്കാൻ, കൂദാശയിലൂടെ ജീവിക്കാൻ നിനക്കൊരു വൈദികനെ തന്നു. ആ വൈദികനിലൂടെ ആശീർവാദം തന്നത്, ആ വൈദികനിലൂടെ അനുഗ്രഹം തന്നത്, ആ വൈദികനിലൂടെ നിന്റെ ജീവിതം കുടുംബമായി മാറിയത്. അങ്ങനെയുള്ള കുടുംബത്തിൽ നിനക്ക് കുഞ്ഞിനെ ദൈവകൃപ, നിങ്ങൾ രണ്ടുപേരും തമ്പുരാൻ്റെ കൃപയിൽ ജീവിച്ച് ആ കൃപയിൽ നിന്ന് ഉരുത്തിരിയുന്ന പൊന്നുമക്കൾ ഉണ്ടായപ്പോൾ അവരെ സഭയിൽ അംഗമാക്കിയത് ഈ വൈദികനാ. അവർക്ക് ആദ്യ കുർബാന സ്വീകരണം കൊടുത്തത് ഈ വൈദികനാ. ഇനി അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ടതല്ലേ ഈ വൈദികനാ. കൂദാശ കൊടുക്കേണ്ട, അവരുടെ കുടുംബജീവിതം കൂദാശ കൊടുക്കേണ്ടത് ഈ വൈദികനാ. ഈ വൈദികൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട വൈദികനല്ല. അനേകം വൈദികർ ഇല്ലെങ്കിൽ എങ്ങനെ പാപമോചനമുണ്ട്? കുടുംബത്തിൽ നിന്ന് 10-15 വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പനെയും അമ്മേനെയും ഒക്കെ വിട്ട് ഇറങ്ങിപ്പോയിട്ട് അവർ പഠിച്ച്, അവരൊറ്റയ്ക്ക് പഠിച്ച്, അവർ ജീവിച്ച്, അവർ തിയോളജി പഠിച്ച്, അവരിങ്ങനെ ജീവിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തി ജീവിച്ച് ഒരു തിരുപ്പട്ടം കിട്ടണമെങ്കിൽ അത് തമ്പുരാൻ്റെ വലിയ കൃപയാണ്. ഒരു വൈദികനാകണമെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. വർഷങ്ങൾ നമ്മൾ കുടുംബജീവിതത്തിന് എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ജീവിതം തുടങ്ങി അച്ഛനിലൂടെ ആശീർവാദ അനുഗ്രഹമൊക്കെ കിട്ടി ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വിശ്വാസത്തിൽ ഉരുത്തിരിയുന്ന മക്കൾക്ക് ജന്മം കൊടുക്കാമെന്ന് നമ്മൾ ആ ബൈബിൾ തൊട്ട് സത്യം ചെയ്തിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ജീവിതം തുടങ്ങിയിട്ട് എവിടെ എത്തി നിൽക്കുന്ന? കല്യാണം കഴിഞ്ഞ് 2 മാസമായപ്പോഴേക്കും ഒരു പെങ്കൊച്ചിപ്പോൾ ഡിവോഴ്സിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകണില്ല, അവരുടെ അമ്മ ശരിയല്ല എന്ന്. ഞാൻ പറഞ്ഞു അമ്മ ശരിയല്ലെങ്കിൽ ഈ മോന് ശരിയല്ല. അല്ല, എൻ്റെ ഹസ്ബൻഡ് നല്ലതാണ്, ഞങ്ങൾ 5 വർഷം സ്നേഹിച്ചതാ. 5 വർഷം സ്നേഹിച്ചപ്പോൾ ഹസ്ബൻഡ് നല്ലതാ. പക്ഷെ ആ ഹസ്ബൻഡിന് ജന്മം കൊടുത്ത അമ്മയപ്പനും നല്ലതാ. അവർ നല്ലതായതുകൊണ്ടാണ് അങ്ങനെ ഒരു മോനെ കിട്ടിയേ. ചില പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മാത്രം മതി. ചില ആൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാർ വരണ്ട, നിന്റെ അമ്മ അധികാരം എടുക്കണ്ട, നിന്റെ അമ്മ എന്നെ ഉപദേശിക്കണ്ട, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടന്നോളും. അല്ല, 2 വ്യക്തികളെ മാത്രമല്ല തമ്പുരാൻ ചേർത്ത് വെച്ചത്, 2 കുടുംബങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. 2 കുടുംബങ്ങൾ ചേർന്നിരിക്കണം. ആ കുടുംബത്തിലെ കൃപയൊഴുക. നീ ഒറ്റപ്പെട്ടു പോയി ജീവിച്ച് സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ കൃപയൊഴുകില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല, സ്നേഹം ഉണ്ടാകില്ല. കാരണം നിൻ്റെ ഉള്ളിൽ നിനക്ക് കിട്ടാതെ പോയതിൻ്റെ സ്വാർത്ഥത ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ അമ്മ വേദനിക്കും. എത്ര സ്വപ്നം കണ്ടിട്ടാ മോനെ വളർത്തിക്കൊണ്ടുവന്നേ, എത്ര സ്വപ്നം കണ്ടിട്ടാ മോളെ വളർത്തിക്കൊണ്ടുവന്നേ. അതുപോലെ ചിലര് മതം വേണ്ട, പ്രാർത്ഥന വേണ്ട, വൈദികർ വേണ്ട, പള്ളി വേണ്ട, ഒന്നും വേണ്ട, ഇഷ്ടമുള്ള ജീവിതം, ഇഷ്ടമുള്ള മതം. സ്നേഹമുള്ളവരെ, എല്ലാ മതവും നല്ല മതമാണ്. പക്ഷേ ഒരു ക്രിസ്ത്യാനി വിവാഹം കഴിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വന്തമായ മക്കളെയാണ്. അതായത് ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ജീവിച്ച് അവരുടെ മാതാപിതാക്കൾ അവർ സ്വപ്നം കാണുന്നത് അങ്ങനെയാ. എൻ്റെ മോനൊരു ക്രിസ്ത്യാനി. ഇന്നലെ ഒരു അമ്മ പറയുക, ഞാൻ എൻ്റെ മോനോട് എപ്പോഴും ആവശ്യപ്പെടുന്ന എരന്ന് പറയുന്ന ഒരു കാര്യം, മോനെ നമുക്ക് പള്ളിയിൽ കല്യാണം കഴിക്കണ്ടടാ, കൂദാശ സ്വീകരിക്കണ്ടടാ എന്നും പറഞ്ഞ് മക്കളെങ്ങനെ ഉപദേശിക്കുക. സ്നേഹമുള്ളവരെ, മതങ്ങളെ കുറ്റം പറയില്ല, കാരണം മനുഷ്യര് നല്ലവരാ, മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. ഇപ്പോ എല്ലാവരും അല്ല, ചിലര് പള്ളിയിൽ കെട്ടാൻ ഇഷ്ടമില്ല, അച്ഛന്മാരെ സ്വീകരിക്കാൻ ഇഷ്ടമില്ല. ഒരാൾ തെറ്റ് ചെയ്തെന്ന് വെച്ച് എല്ലാവരെയും ഒന്നടങ്കം കുറ്റപ്പെടുത്തുക, ഒരാൾ വേദനിപ്പിച്ചെന്ന് വെച്ച് എല്ലാവരെയും ഒന്നടങ്കം പറയുക. അല്ല, നമ്മൾ ഈശോയെ നോക്കണം, നമ്മൾ സഭയെ നോക്കണം, നമ്മുടെ മക്കൾ സഭയിൽ നിലനിൽക്കണം. മക്കൾ അന്യമതത്തിൽ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അത് വിട്ടുപോകരുത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. സമ്പത്ത് കണ്ടിട്ട് വേറെ പോകരുത്, എല്ലാം കണ്ടിട്ട് പോകരുത്, മക്കൾ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച് അനുവദിച്ചു കൊടുക്കരുത്. പ്രാർത്ഥിക്കണം. കർത്താവിനെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ മക്കളും ആ കൃപയിൽ വരും.
അപ്പനും അമ്മയും ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ പറയുന്നതല്ല മക്കൾ കേൾക്കുക, നമ്മൾ ചെയ്ത് കാണുന്നതാ, ജീവിച്ച് കാണിക്കുന്നതാ. അങ്ങനെ നമ്മൾ ജീവിക്കട്ടെ. പപ്പാപ്പനും അമ്മാമ്മയൊക്കെ ആയിപ്പോൾ ഒരു ആഗ്രഹമുണ്ട് പിള്ളേർ നല്ലതാവാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ ഓർക്കുക, ദൈവകൃപയിൽ ജീവിക്കാൻ, തമ്പുരാനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ, ദൈവത്തെ വിട്ടിട്ട് ഒരു കളിയും വേണ്ട. കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കരമർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ വൈദികരെ ഓർത്ത് നന്ദി. ഞങ്ങൾക്ക് പാപമോചനം തരാൻ കർത്താവേ നീ ഒരുക്കിയതിന് നന്ദി. ഞങ്ങളുടെ കുടുംബത്തിരുന്ന് ഏതെങ്കിലും വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ കുറ്റപ്പെടുത്തി കളിയാക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ദൈവവിളി ലഭിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ കൃപയിൽ ജീവിക്കട്ടെ. അവരേത് രാജ്യത്ത് പോയാലും അവരുടെ ജീവിതം ദൈവത്തോട് ചേർന്നാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.